ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കഞ്ചാവ് വേട്ട തുടരുകയാണ് കോതമംഗലം എക്സൈസ്. വിൽപ്പനയ്ക്ക് എത്തിച്ചതായി കരുതപ്പെടുന്ന കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി കോതമംഗലം എക്സൈസ് റേഞ്ച് സ്ട്രൈക്കിംഗ് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ നെല്ലിക്കുഴിയിൽ നടത്തിയ പരിശോധനയിൽ പിടിയിലാവുകയായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലുള്ള കഞ്ചാവ് വേട്ട തുടരുകയാണ് കോതമംഗലം എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ. ബുധനാഴ്ച രാത്രി നെല്ലിക്കുഴി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി MD ആലോം എന്നയാളെ കഞ്ചാവുമായി പിടികൂടി. ഉദ്യോഗസ്ഥരെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ ഉദ്യോഗസ്ഥർ പിന്നാലെ ഓടി പിടികൂടുകയായിരുന്നു. ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കെത്തിച്ചതായി കരുതുന്ന 10 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. കഴിഞ്ഞ മാസം 15-ന് ഇയാളെ കഞ്ചാവ് കൈവശം വച്ചതിന് അറസ്റ്റ് ചെയ്തിരുന്നു. 25 ഗ്രാം കഞ്ചാവാണ് അന്ന് പിടിച്ചെടുത്തത്. ജാമ്യത്തിലിറങ്ങിയ ഇയാൾ വീണ്ടും കഞ്ചാവ് വിൽപ്പന തുടർന്നു. ഇതിനിടെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ രാത്രികാല പരിശോധനയിൽ ഇയാൾ പിടിയിലാകുന്നത്. പ്രതിയുടെ സ്വദേശമായ മുർഷിദാബാദിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി വിൽപ്പനയ്ക്ക് മാത്രമായി നിരവധി ആളുകൾ എത്തുന്നുണ്ട് എന്നതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സിദ്ദിഖ്, പ്രിവന്റീവ് ഓഫീസർ റസാഖ്, സിവിൽ എക്സൈസ് ഓഫീസർ ബിൻസാർ തുടങ്ങിയവരാണ് പട്രോളിംഗ് ടീമിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.